കേരളത്തിലെ കായികപ്രേമികൾ വലിയ ആവേശത്തോടെ കാത്തിരുന്ന ഒരു നിമിഷം ലിയോണൽ മെസ്സി കേരളത്തിലേക്ക് വരുമോ എന്നതായിരുന്നു. എന്തായാലും അത് ഉണ്ടാകില്ല എന്ന് തന്നെ ഈ നിമിഷം പറയാമെന്ന് തോന്നുന്നു. ഈ വർഷത്തിലേക്ക് എന്നല്ല, ഈ അടുത്ത കാലത്തൊന്നും മെസ്സി വരാനുള്ള സാധ്യതയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് പറയാനാവുക. അതോടൊപ്പം തന്നെ ഈ കായിക വകുപ്പും കായിക മന്ത്രിയും കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളെ പറഞ്ഞു പറ്റിക്കുകയായിരുന്നു. ഫുട്ബോൾ പ്രേമികളെ മാത്രമല്ല, എല്ലാവരും പറഞ്ഞു പറ്റിക്കുകയാണ്. ഇതിൽ ആകാംക്ഷയോടെ കാത്തിരുന്ന പ്രേമികൾ മാത്രമല്ല എല്ലാവരും. ഇപ്പോൾ എൻ്റെ വീട്ടിൽ മകളൊക്കെ അങ്ങനെ വലിയ ഫുട്ബോളൊന്നുമില്ല, പക്ഷേ മെസ്സി വരുന്നു എന്ന് പറയുമ്പോൾ ആ ചെറിയ കുട്ടികൾ മുതൽ ഫുട്ബോളുമായി ബന്ധപ്പെട്ട് ആരെല്ലാം ബന്ധപ്പെട്ട് ചിന്തിക്കുന്നു അവരെ മുഴുവൻ പേരെയും പറഞ്ഞു പറ്റിച്ചെന്നുള്ള യാതൊരു തർക്കമില്ല. കാരണം മന്ത്രിക്കോ വകുപ്പിനോ ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. ഏതോ ഒരു സ്പോൺസറെ കണ്ടെത്തി എന്ന് പറയുന്നു, ആ സ്പോൺസർ കുറേ കാലം ഇതിൻ്റെ പിന്നാലെ നടക്കുന്നു. കായിക വകുപ്പ് എന്നൊരു വകുപ്പ് സംസ്ഥാനത്തുണ്ട് എന്ന് നമുക്കറിയാം, അത് മേള നടത്തുന്നുണ്ട്, അങ്ങനെ പല പരിപാടിയുണ്ട്. പക്ഷേ ഈ മെസ്സിയെ കൊണ്ടുവരാൻ, മെസ്സി ഒരു ചെറിയ പേരല്ല, ആ പേര് മാത്രമല്ല ആ രാജ്യം തന്നെ ഇങ്ങോട്ട് വരണം. അത് മാത്രമല്ല രജീഷ് പറഞ്ഞ പോലെ ഈ അർജന്റീന വരുമ്പോൾ അർജന്റീന മാത്രം മെസ്സി മാത്രം കളിച്ചാൽ പോരല്ലോ, മറ്റേതെങ്കിലും രാജ്യം കൂടി വരണം. അതിനെക്കുറിച്ചൊന്നും യാതൊരു ധാരണയും ഉണ്ടായിട്ടില്ല. ഏത് രാജ്യം കളിക്കുമായിരുന്നു? 50 താഴെ റാങ്കുള്ള ഒരു രാജ്യം വരണമായിരുന്നു. ഏറ്റവും പ്രധാനം. കാരണം ഇനിയൊരു ഈ കണക്ക് പ്രകാരമാണെങ്കിൽ ഒക്ടോബർ പ്രകാരമാണെങ്കിൽ ഒരു 3 മാസമേ ഉള്ളൂ. ഇവർ മെസ്സി വരുമോ അർജന്റീന വരുമോ എന്നൊക്കെ ചർച്ചയ്ക്ക് നിൽക്കുന്ന സമയത്ത് തന്നെ മറ്റൊരു രാജ്യം എതിരാളികളായി കളിക്കണമായിരുന്നു. 2 മത്സരം തീരുമാനിച്ചാൽ മറ്റൊരു രണ്ടാമത്തെ രാജ്യത്തെ തീരുമാനിക്കണോ, ഏഷ്യൻ രാജ്യങ്ങളെ തന്നെ തീരുമാനിച്ചാൽ ഒരുപക്ഷെ ഇവർക്ക് അത്തരം ചർച്ചകളിലേക്ക് പോകണമായിരുന്നു. അതൊന്നും ഉണ്ടായിരുന്നില്ല. ഒരൊറ്റ വാക്കിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ കണ്ണിൽ പൊടിയിടുന്നത് പോലെയാണ്. മെസ്സി വരും കേട്ടോ എന്നൊരു കാര്യം മാത്രമാണ് മന്ത്രിക്ക് അറിയാവുന്നത്. മന്ത്രിയുടെ ധാരണയിൽ ആരോ പറഞ്ഞിട്ടുണ്ട് മെസ്സി വരും, മന്ത്രി വിചാരിച്ചാൽ മെസ്സി വരും, മന്ത്രി വിചാരിച്ച മെസ്സി വരും. അതായത് സർക്കാർ തലത്തിലോ ഔദ്യോഗിക തലത്തിലോ ഒരു നീക്കവും, അതായത് ഒരു ഭരണ സംവിധാനം ഓടുന്നുണ്ടല്ലോ, ആ ഭരണ സംവിധാനത്തിനകത്ത് നിന്നുകൊണ്ട് ഒരു നീക്കവും ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടില്ല.